This news is brought to you by ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ചെറുപുഴ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും സബ് ഇൻസ്പെക്ടർ ഗംഗാധരൻ CPക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും പയ്യന്നൂർ DYSP മണി PK നിർവഹിച്ചു. ചെറുപുഴ SHO ജിഷ്ണു G ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷന്റെ ഉപഹാര സമർപ്പണം പെരിങ്ങോം സർക്കിൾ ഇൻസ്പെക്ടർ ഷാജു K നിർവഹിച്ചു. തുടർന്ന് സബ് ഡിവിഷൻ റൈറ്റർ പ്രമോദ് കുമാർ, സബ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് ബാബു, നാരായണൻ M, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സിന്ധുമണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യാത്രയയപ്പ് സ്വീകരിച്ച സബ് ഇൻസ്പെക്ടർ ഗംഗാധരൻ CP മറുപടി പ്രസംഗം നടത്തി. ചടങ്ങിൽ സബ് ഇൻസ്പെക്ടർ ശശിധരൻ KP സ്വാഗതവും സബ് ഇൻസ്പെക്ടർ പ്രകാശൻ M നന്ദിയും പറഞ്ഞു. സ്റ്റേഷനിലെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു. സിവിൽ ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് പ്രത്യേകിച്ച് പോലീസിനായാലും നമ്മുടെ ഭാഗം കേൾക്കുക എന്നൊരു പലപ്പോഴും ഒരു കാര്യം. എപ്പോഴും പോലീസിന്റെ കുടുംബത്തിനും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഡിപ്പാർട്ട്മെന്റിന് ഈ നീണ്ട 32 വർഷം നൽകിയ സേവനത്തിന് എല്ലാ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തെ കുടുംബാംഗങ്ങൾക്കും ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ പോലീസുമായി ബന്ധപ്പെടുന്ന എന്ത് കാര്യവും നമുക്ക് റിട്ടയർ ചെയ്ത് പോയതിനു ശേഷം പല ആൾക്കാരും പോലീസിൽ കയറി വരിക. എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും നല്ലൊരു ഹാപ്പി ഓണം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെ എല്ലാ സേനാംഗങ്ങൾക്കും നല്ല ഓണം. അതിന്റെ ഓണാഘോഷം തുടങ്ങി. അപ്പോൾ നിങ്ങളെ ഒന്നാമത്തെ ഘട്ടം റിട്ടയർമെന്റ് പാർട്ടി ബസ് ഓണം ആഘോഷമായിട്ട് അപ്പോ നമ്മളെ ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനമായി ചെയ്തു. നന്ദി, നമസ്കാരം. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത് രാവിലെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, മെയ് മാസത്തിൽ നല്ല ചൂടായിരുന്നു എല്ലിനൊക്കെയുള്ള സമയത്ത്. അപ്പോൾ 12 മണിക്കൂർ ഡീഹൈഡ്രേഷൻ ഒക്കെ വന്നിട്ട് നമ്മൾ പുറത്ത് ഇങ്ങനെ ജോലി ചെയ്യാറ്. അതുപോലെ രാത്രി നല്ല കൊതുകടിയായിരുന്നു. അപ്പോൾ അത് കണ്ടിന്യൂസ് 12 മണിക്കൂർ അങ്ങനെ ജോലിയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറയും, ഇത് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവിതത്തിന്റെ ഭാഗമാണ് അല്ലെ, നിങ്ങളുടെ ടൈം ടേബിളുകൾ പോലും ഇതിനനുസരിച്ച് മാറ്റിക്കൊണ്ടുവരിക, സമയം കാലമില്ലാതെ എപ്പോഴും വിളിക്കുമ്പോൾ ഓടിപ്പോവുക, ഏറ്റവും ദുർഘടമായ സാഹചര്യങ്ങളിലൂടെ നിങ്ങളുടെ ജോലി ചെയ്യുക എന്നൊക്കെ പറയുന്ന വലിയ ബുദ്ധിമുട്ട് അതിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് കൃത്യമായി മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ കൂടെ ചേരുമ്പോൾ പുറത്തു നിന്നുള്ള ഒരാളെന്നുള്ള നിലയില്ല, കൂടുതലായിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയും. സാഹചര്യം സംബന്ധിച്ച് പഴയ നാടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് ഇന്ന് ഓണം ഏറ്റവും നല്ല നിലയിൽ ആഘോഷിക്കുവാനുള്ള ഒരു സാഹചര്യം കേരളത്തിലെ പോലീസ് വിദ്യാലയങ്ങൾക്ക് ഉണ്ട് എന്നത് അങ്ങേയറ്റം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ നാട് ആകെ ആഘോഷത്തിൻ്റെ കേരളത്തിലേക്ക് പോകുന്ന ഘട്ടങ്ങളിലെല്ലാം ഈ തെരുവിൻ്റെ വിവിധ കോണുകളിൽ നിന്നുകൊണ്ട് നാടിൻ്റെ സമാധാനവും മെച്ചപ്പെട്ട നിലയിൽ ഓണം ആഘോഷിക്കുവാനുള്ള സാഹചര്യങ്ങളെല്ലാം കിട്ടുന്ന തിരക്കിലായിരുന്നു കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പ്രിയപ്പെട്ട നമ്മുടെ ഡിജിറ്റൽ സന്നദ്ധരായിട്ടുള്ള മേലുദ്യോഗസ്ഥർ അത്തരത്തിലുള്ള ആഘോഷങ്ങൾ പോലീസിന്റെ അകത്തും നല്ല നിലയിൽ നടത്തണമെന്ന ഒരു വലിയ കാപ്പുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് മുന്നിൽ വെച്ചതിന്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കാം നമുക്ക് ഇത്തരത്തിലുള്ള ആഘോഷം നമ്മുടെ ചെറുപുഴ പോലീസ് സ്റ്റേഷനകത്ത് നല്ല നിലയിൽ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഞാനിവിടെ 3 കൊല്ലം സർവീസിന് ശേഷമാണ് ട്രെയിനൊരു DYSP ഓഫീസിലേക്ക് പോയത്. ഞാൻ 3 കൊല്ലം പണിയെടുത്ത സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത SI-ലാണ് കുമാരി സാറ്. ഒരു സ്റ്റേഷൻ്റെ മെയിൻ്റനൻസ് എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം, അല്ലെങ്കിൽ ചെറുപുഴ സ്റ്റേഷൻ ഇന്നത്തെ ചെറുപുഴ സ്റ്റേഷൻ ആക്കിയത് ഗംഗാധരൻ സാറിന് കഴിവുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഗംഗാധരൻ സാർ കുറച്ചു കാലം സ്റ്റേഷൻ വിട്ടു പോയ സമയത്ത് നമ്മൾ സ്റ്റേഷൻ ഉണ്ടായിരുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കോർഡിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേഷൻ ആവശ്യമായ മെയിൻ്റനൻസ് മൊത്തം കോർഡിനേഷൻ ചെയ്യാൻ ഗംഗാധരൻ സാറിനോടുള്ള ഒരു ഓഫീസർ ആവശ്യമാണ്. 32 വർഷത്തോളമായി ഞാൻ സർവീസ് ചെയ്തു. അതിൽ ആദ്യം KP ട്രെയിനിങ് കഴിഞ്ഞ് എയർക്രാഫ്റ്റിൽ ജോലി ചെയ്തു. പിന്നീട് തളിപ്പറമ്പ് സ്റ്റേഷനിൽ ജോലി ചെയ്തു. അവിടുന്ന് പഴയങ്ങാടി ജോലി ചെയ്തു.
CA. പിന്നീട് ചെറുപുഴ, ചന്ദേര, വെള്ളരിക്കുണ്ട്, ആലക്കോട് എന്നീ സ്റ്റേഷനുകളാണ് ഞാൻ കൂടുതലായി പണിയുന്നത്. 3 വർഷത്തെ ജോലിക്കിടയിൽ കാര്യമായ പണിഷ്മെൻ്റോ കാര്യമൊന്നും എനിക്കുണ്ടായിട്ടില്ല. എല്ലാവരും വ്യവഹാരി എനിക്കെതിരെ കൊടുത്തൊരു ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ഒരു പരിപാടികളാണ് അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രികളെ കൊടുത്ത് പലതവണയായിട്ട് എൻ്റെ ചെല്ലിൽ ഞാൻ നോക്കിയതാണ്. അത് കൃത്യമായി മറുപടി കൊടുത്ത് അത് ഒഴിഞ്ഞു പോയതാണ്. ഒരു 324 കേസ് സെഷൻസ് കോടതി താഴ്ന്ന ദേവസ്വമിൽ വിചാരണ ചെയ്യുന്ന ഒരു കേസ് ഹൈക്കോടതി പോയിട്ട് പ്രിൻസിപ്പൽ സെഷൻസിൽ വിചാരണ ചെയ്യിപ്പിച്ചതാണ്. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീ ശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ. പൈപ്സ് ആൻഡ് SAP, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് ആൻഡ് ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ് ആൻഡ് VFX, മോഷൻ ഗ്രാഫിക്സ്, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ, പൈത്തൺ പ്രോഗ്രാമിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ്. എല്ലാ കോഴ്സുകളിലും AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.